അതിനുവേണ്ടി പ്രവാസികളുടെ നോവും നൊമ്പരവും സ്വന്തം രചനകളിലൂടെ പ്രവാസ ലോകത്തും മറ്റുള്ള സ്ഥലങ്ങളിലും ചെറുകഥകളിൽ കൂടെ പരസ്യപ്പെടുത്തിയ പ്രശസ്ത സാഹിത്യകാരനും പത്രപ്രവർത്തകനുമായ ഉസ്മാൻ ഉരുമ്പുഴിയെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, മുമ്പേ പറക്കുന്ന പക്ഷികളാണ് നമ്മൾ എന്ന് പെരുന്നാൾ കുറച്ച് ദിവസം മുമ്പ് തന്നെ ആഘോഷിച്ചതുകൊണ്ട് തെളിവാകുകയാണ്. ഇത് ഒരു വലിയ സന്ദേശമാണ് നൽകുന്നത്. ഞങ്ങളെന്നും അഡ്വാൻസ്ഡ് ആണെന്നും മുമ്പിൽ നടക്കേണ്ടവരാണെന്നും ഞങ്ങൾക്ക് പിന്നാലെ വരിക എന്നുമൊക്കെയുള്ള, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന വിശാലമായ മനസ്സുള്ള പുതിയ ആധുനിക സാങ്കേതിക വിദ്യകളോട്, കമ്മ്യൂണിക്കേഷൻ സൗകര്യങ്ങളോടൊക്കെ നമ്മൾ സംവദിക്കുകയും അത് ഒരു വലിയ തലമുറക്ക് മാതൃകയായും അങ്ങനെ സമൂഹത്തിന് മാറ്റം വരുത്തുകയൊക്കെ ചെയ്യുന്ന ഒരു വലിയ കൂട്ടായ്മയുടെ ഒരു കൂടിയിരിക്കുന്ന ഒരു സദസ്സാണ് ഇത് എന്നുള്ളത് വളരെയധികം സന്തോഷമുണ്ട്. ആ മുമ്പേ പറക്കുന്നത് ഒരു കവിപാടി, മുമ്പേ നടക്കുന്നു വഴിയിലെ മുള്ളുകളൊക്കെ ചവിട്ടി മെതിച്ച് ഞാൻ, അതെന്തിനാ വെച്ചാൽ പിന്നാലെ വന്നിടും പിഞ്ചുപാദങ്ങൾക്ക് വിന്യാസവേളയിൽ വേദന തോന്നിയില്ല. നമ്മളൊരു പക്ഷേ കല്ലും മുള്ളുകളും ഒക്കെ ചവിട്ടി മെതിച്ചുകൊണ്ട് പുതിയ പാത സൃഷ്ടിക്കുന്നത് അത് എന്തിനാന്ന് വെച്ചാൽ ആ പാതയിലൂടെ വരും തലമുറക്ക് വളരെ മനോഹരമായി സുഖസുന്ദരമായി നടന്നു പോകാൻ വേണ്ടിയിട്ടാണ്. അത് ഒരുപക്ഷെ കൂട്ടം എന്നുള്ള ആ കൂട്ടായ്മ പലപ്പോഴും തെളിയിക്കുന്നുണ്ട്. വളരെ മാന്യമായ, പലപ്പോഴും പല ഇത്തരത്തിലുള്ള സോഷ്യൽ നെറ്റ്വർക്കുകളിലൊക്കെ നമുക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത രീതിയിൽ തെറിയ അഭിഷേകങ്ങളും പരസ്പരം കുറ്റപ്പെടുത്തലുകളും ചെളിവാരിയേറിയതും ഒക്കെ ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കൂട്ടം ഒരുപക്ഷെ ഒരിക്കലും വഴിതെറ്റിപ്പോയിട്ടില്ല എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ആളുകൾ പല ദേശത്തു നിന്നുള്ള, നേരത്തെ പറഞ്ഞതുപോലെ ലക്ഷക്കണക്കിന് ആളുകൾ ഈ കൂട്ടായ്മയിലുണ്ട് എന്ന് പറയുമ്പോഴും എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ വേൾഡ് സിറ്റിസൺ ആവണം. ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ കേരളം മലയാളി എന്നതിനൊക്കെ പുറമെ മലയാളി ഒരു വേൾഡ് സിറ്റിസൺ ആയി മാറുന്നു എന്നതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് ഈ ഇത്തരം സോഷ്യൽ നെറ്റ്വർക്കുകൾ എന്നുള്ളത്. ഇതിലെ അംഗങ്ങളാവുകയും അതുപോലെ തന്നെ അവരുടെയൊക്കെ ആത്മപ്രകാശനത്തിനും പരസ്പര അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നതിനും ഒക്കെയുള്ള സൗകര്യങ്ങളും അതിലൂടെ ഉരുത്തിരിഞ്ഞ ഒരുപാട് സൗഹൃദങ്ങൾ. ഇപ്പോൾ ഇപ്രാവശ്യം കൂട്ടത്തിലൂടെ പരിചയപ്പെട്ട ഒരു ഫ്രണ്ടിനെ നാട്ടിൽ വെച്ച് കാണുകയുണ്ടായി. ഞങ്ങളങ്ങനെ, അതായത് ഏത് സമയത്താണ് നാട്ടിൽ പോകുന്നു എന്ന് പറഞ്ഞ് UAE-യിലുള്ള ഒരാൾ ആ സമയത്ത് ഞാനും ഉണ്ടാവും എന്ന് പറയുകയും ഞങ്ങൾ കോഴിക്കോട് വെച്ച് കാണുകയും സൗഹൃദം പങ്കുവെക്കുകയും ഒക്കെ ചെയ്ത, അങ്ങനെ കൂട്ടത്തിലൂടെ ഒരുപക്ഷെ നമ്മൾ വിചാരിക്കാത്ത നമ്മുടെയൊക്കെ മേഖലകൾക്ക് അപ്പുറത്തുമായ സൗഹൃദങ്ങൾ, ഒരുപക്ഷെ ജിദ്ദയിലുള്ള കുറച്ചാളുകൾ ഇവിടെ കൂടിയിരിക്കുന്നു എന്നതിനും അപ്പുറം ഓരോരുത്തർക്കും ഇതുപോലെ ഒരുപാട് സൗഹൃദങ്ങളും ഒക്കെ പുറം ലോകത്തു നിന്നും കിട്ടുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ഈ കൂട്ടം അതുകൊണ്ട് തന്നെ കൂടുതൽ മേഖലകളിലേക്ക് പോകാൻ, പ്രത്യേകിച്ചും സൗഹൃദത്തിൻ്റെയൊക്കെ അവസ്ഥ, ഫ്രണ്ട്ഷിപ്പിൻ്റെ ഉയരം എത്രയാണ് എന്ന് ചോദിച്ചാൽ അതിന് ഹിമാലയത്തോളം ഉയരമുണ്ടെന്നാണ്. കാരണം ടെൻസിംഗും ഹിലാരി, നിങ്ങൾക്കൊക്കെ അറിയാം, ആദ്യമായി ഹിമാലയം കീഴടക്കിയത് 2 പേരാണ്, ടെൻസിംഗും ഹിലാരിയും. പക്ഷേ 2 പേരും കൂടി നിങ്ങൾ ഒന്ന് ആ ഒരു രംഗം നിങ്ങൾ മനസ്സിൽ കാണും. എങ്ങനെ 2 പേരും കൂടി ആദ്യം കീഴടക്കുക, വളരെ അതിൻ്റെ ഒരു മുനമ്പിൽ 2 പേരും കൂടി ഒന്നിച്ച് ചാടി, അല്ലെങ്കിൽ ഒരു വലത്ത് കാല് ഞാൻ ഒരേ സമയത്ത് വെക്കുക എന്ന്, അതല്ല. ഒരു ടെൻസിംഗോ ഹിലാരിയോ ഏതോ ഒരാളാണ് ആദ്യമായി ഹിമാലയത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നത്. പക്ഷേ ലോകത്തിന് ഇന്ന് വരെ അറിയില്ല ആരാണ് ഹിമാലയം ആദ്യം കീഴടക്കിയത്, ആരുടെ കാൽ കീഴിലാണ് ഹിമാലയം അമർന്നത്, അത് ടെൻസിംഗ് ആണോ ഹിലാരി ആണോ എന്നുള്ളത്. അതെന്തുകൊണ്ട് വെച്ചാൽ അവർ തമ്മിലുള്ള ഒരു വലിയ സൗഹൃദത്തിൻ്റെ ബന്ധത്തിൻ്റെ ദൃഢതയാണ് കാണിക്കുന്നത്. കാരണം അവർ അവിടെ വെച്ചൊരു തീരുമാനം എടുക്കുകയാണ്, നമ്മൾ 2 സുഹൃത്തുക്കളും നീയാണ് ആദ്യം ഹിമാലയം കീഴടക്കിയതെന്ന് ഒരിക്കൽ പറയുന്നില്ല, നമ്മൾ 2 പേർ കൂടിയാണ് എന്നും ഇത് ഇങ്ങനെയായിരിക്കണം ലോകം പറയേണ്ടത്, എനിക്ക് അതിൻ്റെ ക്രെഡിറ്റ് വേണ്ട എന്ന് ആദ്യം ഹിമാലയത്തിൽ ചവിട്ടിയ ആൾ പറയുകയും ചെയ്യുന്ന സൗഹൃദത്തിൻ്റെ ഒരു വലിയതുണ്ട്. ഇപ്പോൾ ടെൻസിംഗും ഹിലാരിയും എന്ന് നമ്മൾ കൂട്ടി പറയുന്നത് അതുകൊണ്ടാണ്. ഒരു പക്ഷേ ഈ ടെൻസിംഗ് ആണെന്ന് തന്നെ വിചാരിക്കാം, ഞാനാണ് എന്ന് പറയുകയും മറ്റവനെ ഇകഴ്ത്തി കാണിക്കുകയും സ്വന്തം ഈ ഇത്രയും ഉയരങ്ങൾ ഈ തണുപ്പിലൊക്കെ ക്ഷണിച്ചുകൊണ്ട് പോകുന്ന അയാളെ താഴ്ത്തിക്കെട്ടുകയൊക്കെ ചെയ്യാനുള്ള ഒരുപാട് സാധ്യതകളുണ്ടായിരുന്നു. ഇത് കാണിക്കാത്ത എന്ന് വെച്ചാൽ ഇതാണ് സൗഹൃദം എന്ന് പറയുന്നത്. ഈ സൗഹൃദത്തിൻ്റെ ഓരോ അതിൻ്റെ ഒരു ചെറിയ കണികയാണ് നമ്മൾ ഓരോരുത്തരും പേർന്നത്. ഈ
സൗഹൃദം തന്നെയാണ് ഒരുപാട് അപകടങ്ങളെയൊക്കെ തരണം ചെയ്തുകൊണ്ട് നമ്മളെ ജീവിപ്പിച്ച് നിർത്തുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ആലോചിച്ച് നോക്കും, ഇപ്പോൾ കൂട്ടായ്മയുടെ ഒരു വലിയ സംഭവം വെച്ചാൽ, ഇപ്പോൾ നാം എന്ന് പറയുമ്പോൾ നമ്മുടെ ചുണ്ടുകൾ പരസ്പരം സ്പർശിക്കുന്നുണ്ട്. ഞങ്ങൾ എന്ന് പറയുമ്പോൾ, ഞാൻ എന്ന് പറയുമ്പോൾ അതില്ല. ഞാൻ എന്ന് പറയുമ്പോൾ ചുണ്ടുകൾ ഒരിക്കലും കൂടിച്ചേരുന്നില്ല. എനിക്ക് എന്ന് പറയുമ്പോഴും ഇല്ല. കൂട്ടം എന്ന് പറയുമ്പോൾ ചുണ്ടുകൾ ഒന്നിച്ചു ചേരുന്നുണ്ട്. നമ്മൾ എന്ന് പറയുമ്പോൾ ചുണ്ടുകൾ ഒന്നിച്ചു ചേരുന്നുണ്ട്. ഈ കൂടിച്ചേരലുകൾ അല്ലാതെ വായ തുറന്നുകൊണ്ടുള്ള ഒരു വലിയ വാക്കല്ല എന്നും, ചുണ്ടുകൾ പരസ്പരം സ്പർശിച്ചുകൊണ്ടുള്ള ഒരു ദൃഢമായ വാക്കാണ് കൂട്ടമെന്നും നമ്മളെന്നും നാം എന്നും ഉള്ളത് എന്നുള്ളൊരു വലിയ സന്ദേശമാണ് ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ നമുക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ കൂട്ടം എപ്പോഴാണ് കൂട്ടമാകുന്ന വെച്ചാൽ, കടലിൻ്റെ കാര്യം പറയാം. കടലിൽ വലിയ വിശാലമായ കടലുണ്ട്. ആയിരക്കണക്കിന് ടൺ വെള്ളം ഉള്ള കടലിന് ഒരു കുമ്പിള് കോരിയെടുത്തിട്ട് ഇത് കടലാണ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും സമ്മതിക്കും? കൈക്കുമ്പിളിൽ ഇത് കടലാണെന്ന് പറഞ്ഞ സമ്മതിക്കും. കടൽ എപ്പോഴാണ് കൂട്ടത്തോടു കൂടി നിൽക്കുമ്പോൾ, വെള്ളങ്ങളുടെ ഒരു മഹാവിശാലത കൂടി നിൽക്കുമ്പോഴാണ് കടലാവുന്നത്. ആ കടലാണ് ഈ കൂട്ടം എന്നുള്ളത്. ഇത് ജിദ്ദയിൽ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ഒരുപാട് സ്ഥലങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന നല്ല മനസ്സുകളുടെ ഒരു കൂട്ടായ്മ. ആ കൂട്ടായ്മയുടെ കണ്ണീർ വളരെ പ്രബലമായ, വളരെ ശക്തരായ, സജീവത്തായ ഒരുപാട് ആൾക്കാരുടെ കൂട്ടായ്മ ജിദ്ദയിലുണ്ട് എന്നുള്ളത് വളരെയധികം സന്തോഷകരമായ കാര്യമാണ്. അത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ യാതൊരു വ്യത്യാസങ്ങളും, കള്ളികളില്ലാത്ത, വേർതിരിവുകളില്ലാത്ത മനുഷ്യൻ എന്ന ഒറ്റ ലെവലിൽ മാത്രം നമ്മൾ അറിയുകയും അതിൻ്റെ സ്നേഹം പങ്കുവയ്ക്കുകയും എന്തൊക്കെ അവർക്കുണ്ടെങ്കിലുമൊക്കെ അത് മറന്നുകൊണ്ട് നാമൊക്കെ മനുഷ്യരാണ്, നമ്മൾ സഹോദരന്മാരാണ്, നമ്മൾ ഒന്നിച്ചു നിൽക്കേണ്ടവരാണ്, നമുക്ക് പരസ്പരം പങ്കുവെക്കാൻ ഒരുപാട് കാര്യമുണ്ട്, നമുക്ക് പറയാൻ ഒരുപാട് കാര്യമുണ്ട്. എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കുക, ഞാൻ പറയാനുള്ളത് എനിക്ക് കേൾക്കുക എന്ന് പറയും. നേരത്തെ പറഞ്ഞ പോലെ പറയാനുള്ളത് സ്വതന്ത്രമായി പറയാനുള്ള ഒരു വേദിയും അതിലൂടെ അവർക്ക് കിട്ടുന്നൊരു പ്രോത്സാഹനവും ഒക്കെ ഒരു വലിയ കാര്യം. പ്രത്യേകിച്ചും പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഒറ്റപ്പെടലിൻ്റെ വലിയ തുരുത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അത് ഇത്തരം നമ്മളെയൊക്കെ വല്ലാത്ത വിഷമിപ്പിക്കുന്ന ഒക്കെ സാഹചര്യങ്ങളിലൊക്കെ ഇത്തരം കൂട്ടായ്മകളിലൂടെ പരസ്പരമൊക്കെ സ്നേഹം പങ്കുവയ്ക്കുകയും അതിലൂടെയൊക്കെ ഉണ്ടാകുന്ന ഈ വലിയ സൗഹൃദം, അതിൻ്റെ കൂട്ടായ്മ, അതിനേക്കാളൊക്കെ ഇവിടെ അവർക്ക് കൂടാനും ഇക്കുള്ള വേദി ഉണ്ടാക്കുക, അതിലൂടെ പരസ്പരം സഹായിക്കാൻ ഉണ്ടാക്കുക, യാത്രകൾ സംഘടിപ്പിക്കുക, ഓണവും വിഷുവും പെരുന്നാളും ഒക്കെ ആഘോഷിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ മനസ്സ് ഒരുപാട് വിശാലമാകുന്നുണ്ട്. അത് ഈ സൈബർ ലോകത്ത് ഉള്ള ആ വിശാലത പോലെ തന്നെ നമ്മുടെ മനസ്സും അത്രയും വിശാലമാവുകയും അത് നമ്മൾ പരസ്പരം നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും അതിലൂടെ നമ്മൾ പരസ്പരം അറിയുകയും ഒക്കെ ചെയ്യുന്ന ഒരു വലിയ ഒരു മഹത്തായ ഒരു പ്രസ്ഥാനമായി ഇത്തരം കൂട്ടായ്മ മാറിയിരിക്കുകയാണ്. അതിന് ജിദ്ദയിലുള്ള പ്രവർത്തകർ, എനിക്കറിയാം ഒരുപാട് നല്ല സംഘാടകർ, നേരത്തെ ബഷീർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉണ്ട്. അവരുടെ ഈ മേഖല കൂടുതൽ വളരട്ടെ എന്ന് ആശംസിക്കുകയാണ്. കൂട്ടം കൂടുമ്പോൾ ഒക്കെ നമ്മൾ ഇപ്പോഴുള്ളതുപോലെ തന്നെ അതിൻ്റേതായ നല്ല രീതിയിലേക്ക് എപ്പോഴും ഇത് വളർത്താനും കൂടുതൽ മേഖലകളിലേക്ക്, കൂടുതൽ നല്ല പ്രവർത്തനങ്ങളിലേക്ക് ഇതിൻ്റെ സാധ്യതകൾ നമ്മൾ വളർത്തിവിടുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട്. അതിനും നമ്മുടെ ഈ കൂട്ടായ്മയെ ഒന്നിച്ചിരിക്കലും ഒക്കെ കാരണമാകട്ടെ. ഇതിൻ്റെ സംഘാടകർക്ക് ഒരിക്കൽ കൂടി ഇതിന് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അടുത്തതായിട്ട് ആശംസാ പ്രസംഗത്തിന് വേണ്ടി നമ്മുടെ കൂട്ടത്തിലൊരു തലമുതിർന്ന അംഗമായ സമീർ കോയക്കുട്ടിയെ ക്ഷണിച്ചു. അസ്സലാമു അലൈക്കും. പ്രിയ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സൗദി അറേബ്യയിൽ നാം പ്രവാസികളാണ്. ഒരു യാത്രയുടെ ഭാഗത്തെ പ്രതിനിധാനം ചെയ്യുന്ന ആളുകളാണ് നാം. യാത്ര എന്നാൽ ഒരു തുടക്കമല്ല, ഒരു ഒടുക്കവുമല്ല, മറിച്ചതൊരു തുടർച്ചയാണ്. ഒരു ചങ്ങലയുടെ രണ്ടറ്റമല്ലാത്ത മറ്റേതോ ഭാഗത്തിനെ പ്രതിനിധാനം ചെയ്യുന്നതിനാണ് യാത്ര എന്ന് പറയുന്നത്. ആ നിലയ്ക്ക് നാം പ്രവാസികളാണ്. നാം വളർന്ന സുന്ദരമായ ദൈവത്തിൻ്റെ നാടെന്ന് വിശേഷിപ്പിക്കുന്ന മനോഹരമായ പൂക്കളും പുഴകളും പുല്ലാങ്കുയലുകളും പൂത്തുമ്പിയും
പുൽമേടകളുമൊക്കെയുള്ള മനോഹരമായ നമ്മുടെ ആ ഗൃഹാതുരത്വത്തിൻ്റെ ഒരുപാട് ഓർമ്മകൾ നമ്മെ എന്നും വേദനിപ്പിക്കുന്ന ആ ചിന്തകളിലൂടെ നമ്മുടെ സായം സന്ധികളെ നാം മധുരമുള്ളതാക്കി മാറ്റുന്ന, നമ്മെ നാടോട് അടുപ്പിക്കുന്ന, നാം ജനിച്ചു വളർന്ന വീട്ടുമുറ്റവും ഈറ്റില്ലവുമൊക്കെ എന്നും നമ്മുടെ സ്മൃതിപഥങ്ങളിൽ ഉരുത്തിഞ്ഞു വരുമ്പോൾ സത്യത്തിൽ ഈ പ്രവാസ ജീവിതം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന, നേടിയെടുത്ത ഒരു വലിയൊരു കാര്യമെന്ന് വെച്ചാൽ നാം നമ്മെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ നാടിനെ സ്നേഹിക്കുന്നു, നമ്മുടെ നാട്ടുകാരെ സ്നേഹിക്കുന്നു, നമ്മുടെ കുടുംബക്കാരെ സ്നേഹിക്കുന്നു. നമ്മിൽ പലരുടെയും ബാങ്ക് ബാലൻസ് പരിശോധിച്ച് നോക്കിയാൽ വളരെ പരിതാപകരമായ നമ്പറുകളായിരിക്കും കാണാൻ സാധിക്കുക. നമ്മുടെ സമ്പാദ്യങ്ങൾ നമ്മുടെ ഉമ്മമാരുടെ അല്ലെ അമ്മമാരുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലൂടെ, നമ്മുടെ സഹോദരിമാരുടെ വിവാഹത്തിലൂടെ, നമ്മുടെ സന്താനങ്ങളുടെ വിദ്യാഭ്യാസത്തിലൂടെ, നമ്മുടെ കുടുംബത്തിൻ്റെ മറ്റു പ്രാരാബ്ധ ദശയിലൂടെ കടന്നു പോകുമ്പോൾ ബാങ്ക് ബാലൻസ് പലപ്പോഴും ചെറിയ സംഖ്യയായി മാറും. അത് പലപ്പോഴും നമ്മുടെ ശമ്പളത്തേക്കാൾ കുറവായിരിക്കും. ഞാൻ എൻ്റെ കാര്യമാണ് കൂടുതൽ പറയുന്നത്, വിഭിന്നമായിരിക്കില്ല നമ്മുടെ കൂട്ടത്തിലുള്ള പലരും. പറഞ്ഞു വരുന്നത് പ്രവാസ ജീവിതം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റിയ ഒരു ഉത്കൃഷ്ടമായ അല്ലെങ്കിൽ ഒരു ശ്രേഷ്ഠമായ ഒരു പദവിയിലേക്ക് നിങ്ങളെ ശ്രദ്ധ ഒരു ചെറിയ രീതിയിൽ ഞാൻ ക്ഷണിക്കുകയാണ്. ഞാനൊരു സാമ്പത്തിക സ്രോതസ്സിൻ്റെ നാട്ടിൽ ചെയ്യുന്ന ഒരു വലിയ ഒരു സംരംഭത്തിൻ്റെ ഒരു ചെറിയ സാരഥ്യമാണ്. ആ നിലക്ക് വെച്ച് പറയുമ്പോൾ നമുക്ക് നാട്ടിലുള്ള എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ നാട്ടിലുള്ള വലിയ പണക്കാർ പോലും നമ്മെ ആശ്രയിക്കുന്ന ഒരു ചുറ്റുപാടാണ് കാണുന്നത്. അതിൻ്റെ കാരണം നമ്മിലേക്ക് നീളുന്ന സഹായഹസ്തങ്ങൾ നാം ഒരിക്കലും തിരിച്ചയക്കാറില്ല, മടക്കാറില്ല എന്നുള്ളതാണ്. സാമ്പത്തികമായി നമ്മേക്കാൾ ഉയർന്നു നിൽക്കുന്ന നാട്ടിലുള്ള ആളുകൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നാം ചെയ്യുന്നത് നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ ആ മാനസികാവസ്ഥയുള്ളതുകൊണ്ടാണ്. അതൊരു ലൈഫ് ടൈം അച്ചീവ്മെൻ്റാണ്. നമ്മൾ ഇവിടുന്ന് പോയാലും ആ മാനസികാവസ്ഥയിലാണ് നാം നിൽക്കുന്നത്. ഇനി ഞാനീ പറഞ്ഞത് കൂട്ടവുമായി തട്ടിച്ചു നോക്കുമ്പോൾ നമ്മുടെ ഈ കൂട്ടായ്മയിലൂടെയാണ് നാം ഈ തിരിച്ചറിവ് നമുക്ക് ലഭിക്കുന്നത്. നാം അതിലൂടെ നമ്മുടെ സ്വന്തത്തെ തിരിച്ചറിയുന്നത്. കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ കൂടുമ്പോൾ ഇമ്പമാർന്നത് എന്നാണ് പലപ്പോഴും പലരും പല വിശാരദന്മാരും പറയുന്നത്. എന്നതുപോലെ നാം പരസ്പരം കൂടിച്ചേരുമ്പോഴാണ് നമ്മുടെ ശക്തിയും നമ്മുടെ സ്വസിദ്ധമായ കഴിവുകളും നാം പരസ്പരം പ്രകടിപ്പിക്കുകയും അതിലൂടെ നാം നമ്മെ തന്നെ തിരിച്ചറിയുകയും ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷം സംജാതമാകുന്നു. കൂട്ടം ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം കൂടിയപ്പോഴുള്ളതിനേക്കാൾ എത്രയോ മഹത്തായ രീതിയിലാണ് ഈ തവണ കൂടിയിരിക്കുന്നത്. ഓരോ തവണ കൂടുമ്പോഴും ഞാൻ കൂട്ടത്തിൽ ഒരു ഇതിൽ വായിച്ചു, സേഫ് ആണെന്ന് തോന്നുന്നു എഴുതിയത്, നമ്മുടെ സ്വന്തം കുടുംബത്തെ കാണുന്നതിനേക്കാൾ കൂടുതൽ ഒരാഴ്ച കൂട്ടത്തിലുള്ള ആളുകളെ കണ്ടിട്ടില്ലെങ്കിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരു രീതിയിലേക്ക് കൂട്ടത്തിലുള്ള ജിദ്ദയിലുള്ള കൂട്ടവുമായി ബന്ധപ്പെട്ട ആളുകൾ മാറിക്കഴിയുമ്പോൾ അവരുടെ ആ മാനസികമായ ഐക്യത്തിൻ്റെ ഒരു പ്രാധാന്യം കൂടി ഇവിടെ എടുത്തു പറയുകയാണ്. എന്ന് ദീർഘിപ്പിക്കുന്നില്ല. ഉസ്മാൻ ഇരുപതി സീറ്റിൻ്റെ പോലെ വലിയ പ്രഭാഷകരുടെ പ്രഭാഷണം കേട്ട നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും പറയുമ്പോൾ അത് ഞാൻ വിടവാങ്ങിയാണ്. കൂട്ടത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് കൂട്ടത്തിൻ്റെ കൂട്ടായ്മ ഇനിയും വർദ്ധിക്കട്ടെ, ഇതിൻ്റെ പ്രഭാപൂരങ്ങൾ മറ്റുള്ള പ്രദേശങ്ങളിലും ചെന്ന് സൗരഭ്യം പരത്തട്ടെ, അവർ നമ്മെ കണ്ട് പഠിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.